എന്താ കളിക്കുന്നേ? കെട്ടുപോട്ടോ കെട്ടുകഴിഞ്ഞാ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. കൊടുത്തു. ഇപ്പൊ കൊടുക്കാം. ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസം? കൊടുത്ത കല്യാണത്തിന് മീനുകൾക്ക്. രണ്ട് ഗ്ലാസ് എടുത്തോളാം. ഒരെണ്ണം കൊടുത്തു. എന്താ ചാ ജവാൻ യൂണിഫോം കറക്റ്റ്. ഞാൻ ഈ മിലിറ്ററി ക്യാമ്പ് മുഴുവൻ നോക്കി കാണുമായിരുന്നു. അതെ സാബ്, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പുരയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണസഭ എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നുകൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോരെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന്. നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ? ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ അടലേറ്റു പോനെ. അതുകൊണ്ടൊരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല അവന് ചേട്ടനൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടായി പോയി. ഇല്ലെങ്കിൽ ഹലോ, ഇവിടുത്തെ ആരായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണിന്റെ അപ്പച്ചയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ, ചെറുക്കൻ ദുബായാണല്ലോ. ഞാൻ ചെറുക്കൻ്റെ വകയൊരു അമ്മാവനാ. ഈ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു, കൂടുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ ചെറുക്കൻ ദുബായിലെ ഇവിടെ പിലിപ്പിടി പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ മൊത്തം പാട്ടാ. അറിയോ? അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേ? എനിക്കറിയാം. സാറേ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പഴോ? അവരെല്ലാവരും കൂടി വരും. അവരൊന്നിട്ട് മതി. ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ഒരു 10 മിനിറ്റ്. കെട്ട് കഴിഞ്ഞ അപ്പം തന്നെ ഇലടാലോ. ഇടാം. കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം? പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണ്. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടിക്കേ. സാമ്പാറിന് മണ്ണൂരിട്ടാ ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടിക്കേ. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടി ഞാൻ തീർക്കും. ഇവിടുത്തെ ആരാന്നാ പറഞ്ഞ? ചേട്ടനോ? ഞാൻ ചെറുക്കനെ പറഞ്ഞു. പെണ്ണിന്റെ ആയിരിക്കും. അത് ശരി. അപ്പൊ കുമ്മനായല്ലേ? ചേട്ടനും കുമ്മനാണല്ലോ. രണ്ടാം നേരത്ത് കാണാം. എന്നാ രണ്ടാം നേരത്തെ തന്നെ കാണാം. നിനക്ക് പ്രാന്താണ്. തന്റെ മുഖത്ത് കണ്ണില്ലേ? 2 കണ്ണുകൊണ്ട് ചേച്ചി ക്ഷമിക്കണം. ഇവിടുത്തെ ആരാ? ഞാൻ പെണ്ണിന്റെ ഒരു ബന്ധു. ഞാൻ ചെറുക്കൻ്റെ രാകുന്ന ബന്ധു. ഇതൊരു കാര്യം, പെൺകൊച്ചിൻ്റെ സ്വഭാവത്തേക്കൊന്ന് അറിഞ്ഞിട്ട് നടത്തിയാൽ മതിയായിരുന്നു. എന്നാലും ഈ ചെറുക്കനെ കൊണ്ട് ഈ പാവം പെൺകൊച്ചിനെ കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. പെണ്ണിനെ പെണ്ണിന്റെ കഴുത്തിൽ സ്വർണ്ണമൊന്നും കാണാനില്ലല്ലോ. ഉള്ളതൊക്കെ റോൾഡ് ഗോൾഡാന്നാ തോന്നണേ.
കെട്ടി ചൊറുക്കണതാ ഒരു മണ്ടൻ. നിന്റെ ആങ്ങളെ കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ? സ്വർണവും ഇല്ല, പേര് ദോഷവും കേൾപ്പിച്ച് എല്ലാം കറക്റ്റാ. ഒന്ന് മാറണോ? ആ ചെറുക്കൻ കയറി വാ. അതെ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. ചെറിയ കൂട്ടുകാരെ പരിപാടി. പിന്നെ പെണ്ണിന്റെ അച്ഛനോ അച്ഛനില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാച്ച കയറുവാ. ചേട്ടാ, കല്യാണ ചെക്കൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോഴേ ചേട്ടൻ തോളിലെടുത്ത് പൊക്കണമെന്ന് അതിന്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയണ്ടല്ലോ. ഒന്നും വേണ്ട. അല്ല, അത് വേണം. സഞ്ജേട്ടാ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. എടാ സുമേഷ്, പ്രമോദേ, വാ വാ വാ. എന്താണ് വാ. താരുമന്നെ, സഹോദരനെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതെ, ഇതൊക്കെ ഇപ്പൊ തന്നെ വേണോ? അല്ലല്ല, ഇപ്പൊ തന്നെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. സഞ്ജേട്ടാ വിളിക്കട്ടെ, വിളിക്കട്ടെ. ചേട്ടാ, ന്യൂ ജനറേഷൻ പിള്ളേർ ലൈൻ്റെയാണ്. പോടാ അവിടുന്ന്, വേറെ ആരെങ്കിലും വിളിക്കാം. മനുഷ്യരവിടെ പിടിവിട്ട് നിൽക്കുമ്പോഴോ ഓരോരോ വേഷം കെട്ടും. അതെ, അളിഞ്ചല്ല ചക്കനെ തട്ടി തോള കയറ്റിക്കും. നല്ല ഉഗ്രം ഫോട്ടോ ഉണ്ട്, നല്ല ഫോട്ടോഗ്രാഫറാ. ചെല്ലുന്നു. നിങ്ങൾ എഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കയറി വാ. ഇവിടെ മുഹൂർത്തം എന്നൊരു സംഭവം ഉണ്ട്. ചേട്ടാ ഒന്ന് പറ, എന്നെ ഒന്ന് എടുക്കാൻ. ചെല്ല്, കല്യാണങ്ങൾ കൊടുക്കട്ടെ. അല്ല എന്തായി ചേട്ടാ പറയാം. മോനെ, ഈ തോളത്തോട്ട് കയറിക്കോ. ഇതല്ല ഈ തോളത്തോട്ട് കയറിക്കോ. ഇങ്ങനത്തെ തോളല്ല. ഏത് തോളായാലും എന്താ ഈ തോളം ഈ തോളം കിരൺ ചേട്ടൻ എന്ത് പരിപാടി കെട്ടിപ്പ് നടക്കൂട്ടാ? പേടിക്കണ്ട, ഇപ്പോൾ ഒരു ബോംബിടും. പോകുമ്പാ എന്ത് പോകുമ്പോ? എന്നാണിത്? അളിയ വെക്കലേ ഞാനൊരു 1 2 3 പറയും. അപ്പൊ എല്ലാരും കൂടി യോ പറയണം. അളിയ ഇപ്പൊ അല്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ പറയാം. കൊച്ചായിരുന്നോ? സാമ്പാറിന് പരിപ്പ് കൂടിയ ഇവിടെ നിന്നാണ് എന്താ കല്യാണ ചക്കനൊക്കെ നന്നായിട്ട് തിരിക്കണം. എന്താണ് എന്താണ് കുഴപ്പമില്ലടാ മോനെ. എന്തോ കുഴപ്പമില്ല. ഞാനൊന്നും പോട്ടെ മുഹൂർത്തായി കെട്ട് നടക്കട്ടെ. ശരിയല്ലേ? ആര് കളിയൊക്കെ ശരിയല്ലേ? എന്ത് കളിയൊക്കെ ചെയ്യുന്നു? ഞാനൊന്നുമല്ല. അത് പോട്ടെ പോലെ വിട്. എന്ത് പോട്ടേന്ന്? എന്ത് പോട്ടേന്ന് താനേ പറയണം. താനോ
എടീ സഹദേവനെ താനെന്ന് വിളിക്കുക ഇവരാടി സഹദേവൻ മിണ്ടാണ്ടിരിക്കുക അളയാ ഇറക്കനെന്തൊരു അഹങ്കാരിയാണല്ലേ മോശം. അവളെ അമ്മാവും കൊണ്ടത് ബന്ധമല്ലേ അനുഭവിക്കട്ടെ. ഡാ മോനെ ഡാ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലട്ടാ. അവൻ അഹങ്കാരം കാണിക്കും. അവൻ ദുബായിക്കാരനാ. ഇത്തിരി പോലെ സ്വർണ്ണം ഇട്ടിട്ട് അവൻ പാവായതുകൊണ്ടല്ലേ ഈ കല്യാണത്തിന് സംഭവിച്ചത്. അപ്പൊ അവൻ അഹങ്കാരം കാണിക്കും. ഇടി നിന്റെ ആങ്ങളുടെ കണ്ടുപിടുത്ത ഇത്ര വൃത്തിയുടെ കുടുംബത്തിലാണ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് വൃത്തിയായിട്ട കുടുംബക്കാര് പെണ്ണിനെ പറ്റി പല കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോട്ടെന്ന് വിചാരിച്ചു. ഞാൻ എന്താ കാര്യം അറിഞ്ഞു? തന്റെ മോനെ പറ്റി ഇതിനും 18 കാര്യം ഞങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി ഇല്ല, എനിക്ക് എല്ലാത്തിനും ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ചേട്ടന്റെ മോളാ. സന്ദീപ് പോട്ടെ വിടാ താനിങ്ങോട്ട് മാറിക്കണോ? ഒരു കുടുംബക്കാരി സംസാരിക്കട്ടെ. ഈ ചെക്കൻ്റെ പ്രശ്നം ഉണ്ടാക്കില്ല ഇവിടെ ആൾക്കാരൊക്കെ മാറി നിൽക്കണ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോഴല്ലേ അറിഞ്ഞത്. പെണ്ണിന്റെ ഓരോ ഞാൻ എന്നാ കാര്യം അറിഞ്ഞത്? പിന്നെ തന്റെ ചെറുക്കാൻ മറ്റേ കൊണച്ച ആളല്ലേ. ഒരു പെണ്ണിന് വേണ്ടി ചാവാനാണെന്ന കഥയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ എന്നല്ല പിന്നെ ചായ നടന്നത്. നിങ്ങളുടെ മകള് വെള്ളോടെ കൂടെ പോയത് ഞങ്ങളെന്താ വേണ്ട? എന്റെ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും മിണ്ടിയാണല്ലോ